കൂട്ടുകൂടാൻ കുട്ടിപ്പാട്ടുകാർ ഇതാ വീണ്ടും എത്തുന്നു. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ. ടോപ്പ് സിംഗർ വേദിയിലെ കുട്ടിപ്പാട്ടുകാരുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ. ലെറ്റ്സ് വെൽക്കം ജഡ്ജസ്. എംജി സർ വെൽക്കം. എംജി സർ, സിതാര ചേച്ചി വെൽക്കം. സീമ മാം, നമ്മുടെ സ്വന്തം ബാൻഡ് ഫ്ലവേഴ്സ് ടോപ്പ് ബാൻഡ്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ടോപ്പ് സിംഗർ. ഇനി പെർഫോം ചെയ്യാൻ എത്തുന്നത് നമ്മുടെ കുട്ടി കുറുമ്പിയാണ്. സോ ലെറ്റ്സ് വെൽക്കം കൃഷ്ണദിയ. എന്താണ് കിളി 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 ഒച്ച കേൾക്കുന്നുണ്ടല്ലോ? എവിടുന്നാണ്? ഇതാണോ? ഇവിടുന്ന്. എന്താണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട്? നാടൻ പാട്ട് പാടാൻ പോവാണ്. അതുകൊണ്ടാ നാടൻ പാട്ട് പാടാൻ പോണ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സ്. ആരാണ്? മലയാളി മങ്കി. മലയാളി കുട്ടി മങ്കി. കുട്ടി മങ്കി ആണോ? മങ്കിയാണോ? കുട്ടി മങ്കിയാണോ? എന്റെ അച്ഛൻ കളിച്ച് വിളിക്കും എന്നെ മങ്കി. അച്ഛൻ വിളിക്കാറുണ്ട് കുട്ടി മങ്കി എന്നല്ലേ? കളിച്ച് വേറെ എന്തൊക്കെയാ അച്ഛൻ വിളിക്കാറ്? കളിച്ച് ടൈം പൂച്ചയോ കുക്കോ എന്തെങ്കിലും വിളിക്കും. എന്തെങ്കിലും വിളിക്കൂല ഇങ്ങനെ? അപ്പൊ അച്ഛനെ തിരിച്ചെന്താ വിളിക്കാറ്? ഒന്നും വിളിക്കില്ല. ഞാൻ ഒരു അടിത്തരം നട്ടുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഒന്നും വിളിക്കില്ല. നല്ല കുട്ടിയാണ്. എം ജി സർ, നമ്മുടെ കുട്ടി മങ്കിയുടെ കോസ്റ്റ്യൂം കണ്ടോ? കുട്ടി മങ്കിയോ? അങ്ങനെയാണ് ഇപ്പൊ പുതിയ പേര്. മലയാളി മങ്കി. ഓ, മലയാളി മങ്കി. അതെന്തോ മോളേത്? അതൊരു ഗിൽഗിലി സാധനം. അവിടെ മൈക്ക് വെച്ച് കൊടുക്കണോ കുമ്പേല്? നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. പെർഫോമൻസ് റൗണ്ടില് ഞാൻ ചിമ്മി ചിമ്മി പാട്ട് പാടാൻ പോവാണ്. നോക്ക്, ഞാൻ സുന്ദരിയാണ്. കടക്കണ്ണിൽ മഷി മിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാര കാറ്റിന്റെ സഞ്ചാരം. വേഗം പറ, ഞാൻ എനിക്ക് വയ്യായി. ഓരോ ദിവസം കഴിയും തോറും മോൾ അങ്ങ് ഗ്ലാമർ ആയിട്ട് പൊന്നിൻ കാണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും. ഇനിയിപ്പോ ആരെങ്കിലും വിളിച്ചോണ്ട് സിനിമയെ പോവൂ? ഞാൻ സിനിമയിൽ പോവില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേജ് സിംഗറാ. ഓ, ജസ്റ്റ് ഒരു സ്റ്റേജ് സിംഗർ ആണ്, സിനിമയിലൊന്നും പോവില്ല. അല്ല അല്ല, ആരെങ്കിലും വിളിച്ചിട്ട് മോക്ക് കൊറേ മുട്ടായിയും കൊറേ ഐസ്ക്രീമും കൊറേ പൈസയും തരാന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കൂ? അത് ഈ പാട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഐസ്ക്രീം ഞാൻ കഴിക്കും, എന്നിട്ട് ചോക്ലേറ്റ്, എന്നിട്ട് ഫുൾ ടൈം ഓടിച്ചാടി കളികൾ. അത് തന്നെ, ഓടിച്ചാടി കളിക്കുന്ന രീതിയിലുള്ള പാസ്റ്റിയും ഐസ്ക്രീമും ഫ്രൂട്ട് സാലഡും എന്ന് വേണ്ട ഗുലാബ് ജാമും എന്ന് ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും തരാന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ അഭിനയിക്കൂ? ശരി, ഞാൻ ട്രൈ ചെയ്യാം. എന്താ ഉദാര്യം? ആരാ ഒരുക്കിയത് മൂത്തെ? ആരെങ്ങനെ പുറപ്പെടിച്ചു വിട്ടത്? ഇങ്ങനെ ഡ്രസ് ചെയ്യിച്ചു തരാ? എന്റെ അമ്മ. അത് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഒരു ആറ്റും മണമേൽ ഉണ്ണിയാർച്ചയുടെ ഒരു കട്ടില്ലേ? അതാണ് സ്വഭാവം. നല്ല ഗുസ്തിക്കാരി അല്ലേ? പിടിക്കോ? കുറച്ച് കുറച്ച് അച്ഛൻ്റെ കൂടെ കളിച്ച് ഞാൻ ഇടിപിടും,
അമ്മ ആണ് ഇടി വിടുവോ? ഞാൻ ഇടിവിടല്ല. എന്താ ഇടി ഇടി വിടാത്തത്? വിടുവോ? അതെന്താണ് എനിക്ക് മനസ്സിലായി. ഇടി വിടും. കുറച്ച് ടൈംസ് അമ്മ എന്നെ കാച്ചും ആട്ടം ഞാനൊരു ഓട്ടിലിടും. അപ്പോ നമ്മുടെ മങ്കി ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക്. അയ്യേ ദേണ്ട അങ്കിള് മങ്കിന്ന് വിളിച്ചേട്ടാ. ചൊക്കിന്ന്. ചൊക്കിയാ ആ. ചൊക്കൻ കൊരങ്ങൻ. ചൊക്കി കൊരങ്ങി. മങ്കി മങ്കി വിളിച്ചാൽ മതി. മങ്കിന്ന് വിളിച്ചാൽ മതി. ഇപ്പൊ അങ്ങനെ വിളിക്കാം നമുക്കല്ലേ? മോള് മങ്കിയൊന്നുമല്ല, നല്ല സുന്ദരി കുട്ടിയാണ്. താങ്ക് യു. അപ്പൊ എങ്ങനെയാ ഇപ്പൊ പാടാൻ പോണേ? കൂടെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്. അവരെ വിളിക്ക്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരുമോ? ആജ്ഞാപിക്കണം. ആരെങ്കിലും ഇവിടെ അവരെ ഇങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് വിളിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ. വരൂ വരൂ ആ തന്നെ. വരൂ 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 വരൂ. വരൂ 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 വരൂ. വരൂ 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 വരോഹര. വരൂ 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 അലോഹര. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക് പൂവാലി നാന നാന നാന. നട 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 അന്ന നടക്കണ്ട താരര തന്നനന്ന. തെയ്യമുടിയഴിക്കും നന്നനന്നന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 . നട നട അന്ന നടക്കണ്ട നട നട അന്ന. നട നട അന്ന നടക്കണ്ട ഒന്നുകൂടെ പഠിക്ക്. നട നട അന്ന നടക്കണ്ട പഠിക്ക്. നട നട അന്ന നടക്കണ്ട. മാറരുതേ, അതേപോലെ പാടും. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക് പൂവരിശ് പൂത്ത് കണക്കണേ അഞ്ചുന്ന ചെല്ലനക്ക്. നട നട അന്ന നടക്കണ്ട തെയ്യമുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളമെന്ന ചെയ്യേ. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക് പൂവരിശ് പൂത്ത് കണക്കണേ അഞ്ചുന്ന ചെല്ലനക്ക്. നട നട അന്ന നടക്കണ്ട തെയ്യമുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളമെന്ന ചെയ്യേ. കൊല്ലത്തിരി വരുന്ന നാട്ടിലെ വലിയ കാരനെ കണ്ടു കൊതിക്കും. ഇല്ലത്തുള്ളൊരമത്താനെങ്കിലും കണ്ടു കളിയാക്കും. സമുദ്രി കൊലത്തെയാണുങ്ങൾ പൂവാസന ഏറ്റുമയങ്ങും. വലിത്തന്നെ കണ്ണെഴുതിക്കാൻ വന്നുകിലൊടി വരും. പൂരം പൊടി പാറേട്ടും പൂലക്കളിയാടേട്ടും നോക്കിയില്ലേ എന്നിട്ടും നീ എന്തേ? ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക് പൂവരിശ് പൂത്ത കണക്കണേ അഞ്ചിന് ചില്ലനക്ക്. നട നട അന്ന നടക്കണ്ട തെയ്യമുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമെന്ന ചെയ്യലേ. കൂവമ്മന്റെ കൊലച്ച വെച്ചത് കല്ലുമ്പ് വെള്ളത്തെ പടത്തലവാ. വളരെടുത്ത് വിഷര ഞാനത് മുറ്റൻ പൂവാക്കും. അല്ലിമല കുളക്കടവില എഴുതി പെണ്ണുങ്ങൾ കണ്ടുപിടിക്കും. നാട്ടു നട കൊത്തവന്ന മുടിക്കിട്ട് നടപ്പാക്കും. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ലേ എന്നിട്ടും നീ എന്ത്? ചിമ്മി ചിമ്മി മിന്നി തിളങ്ങുന്ന വാലുള്ളി കണ്ണനക്ക് പൂവരിശ് പൂത്ത കണക്കണേ അഞ്ചുന്ന ചില്ലനക്ക്. നട നട അന്ന നടക്കണ്ട തെയ്യമുടിയഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേല്. താങ്ക് യു. വെള്ളിക്കിണ്ണം തുള്ളി തുളുമ്പുന്ന ചേലേന്ന് അല്ലേ? ആ നോക്ക്. ആരോടാ പറഞ്ഞ? ജഡ്ജസിനോടാണോ പറഞ്ഞേ നോക്കാൻ? അതെങ്ങനെയാ അതെങ്ങനെയാ അത്? കാണിച്ചു കൊടുത്തേ. അതെങ്ങനെയാ? നോക്ക്. എങ്ങനെയാ അത്? നോക്ക് ഓഹോ, ഒന്നുകൂടെ പറഞ്ഞേ. നോക്ക്. ആഹാ. നട നട അന്ന നടക്കണ്ട തെയ്യമുടിയഴിക്കും
നോക്ക് വള്ളിക്കിണ്ണം തുള്ളിച്ചുളമ്പുന്ന ചേല്. എന്ത് രസാ. അതുപോലെ ഇടയ്ക്ക് ഉണ്ടല്ലോ. അതെങ്ങനെ? ദിയക്കുട്ടി, ഇതാരാ സെലക്ട് ചെയ്യുന്ന ഈ പാട്ട്? ഞാന് തന്നെ. ഓ, അപ്പം എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് പാടും. അപ്പൊ മോടെ പാട്ട് മോള് തന്നെ സെലക്ട് ചെയ്യും, വേറെ ആരും സമ്മതിക്കത്തില്ല? ഞാൻ ആദ്യം സമ്മതിക്കില്ല. ആരും സമ്മതിക്കത്തില്ല. അതാണ് ചേട്ടാ പറഞ്ഞത്, ആറ്റും മണം മേൽ ഉണ്ണിയാർച്ചയാണത്. മോക്കൊരു വാളും പരിചയം കൂടെ തന്നു കഴിഞ്ഞാല് കറക്റ്റ് ആയിരിക്കും. പക്ഷെ അമ്മ മറന്നുപോയി ഉണ്ടാക്കാൻ. അപ്പൊ അമ്മ പറഞ്ഞു ആക്ട് ചെയ്യാൻ. ആ, വാളും പരിചയം ഉണ്ടായിരുന്നല്ലേ? ആ വാളൊരു ടോയ് ആയിരുന്നു, പക്ഷെ അത് പൊട്ടി. ഞങ്ങളുടെ ഗവേഷണം കറക്റ്റാണ്. അപ്പൊ വാളും പരിചയമൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു ഉണ്ണിയാർച്ചയാണ്. ഞാൻ പറയുന്നതേ ചെയ്യത്തുള്ളൂ, ആര് പറഞ്ഞാലും കേൾക്കില്ല. ഞാൻ തന്നെ എന്റെ പാട്ട് സെലക്ട് ചെയ്യും അല്ലേ? പക്ഷേ സെലക്ഷൻ വാസ് ഗുഡ്. നന്നായിട്ട് പാടി മോൾ, അടിച്ച് പൊളിച്ച്. എന്താ പറയുന്നേ? தொலை தூரத்தில் உனை நான் தேடினேன். ഉണ്ണിയാർച്ച ഒന്നുമല്ല, ഒരു വലിയ ആർച്ചയാണ്. നന്നായിരുന്നു മോളെ, അസലായിരുന്നു കേട്ടോ. താങ്ക് യു. മലയാളി മങ്കി 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 എന്റെ ചുന്ദരി മങ്കിക്കുട്ടിയല്ലേ? ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിരുദേവി പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിരുദേവി പെണ്ണേ. എനിക്കൊന്നും അറിയില്ല. അങ്കിള് സെലക്ട് ചെയ്ത. ആണോ? അതെ, ഒരു കാര്യം പറയട്ടെ. അതെ, വാരുളി എന്നാണ്. വാരുളി. 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 ആ, വാലൊളി ലാന്ന പാടുക. വാലൊളി എന്നാ പാടുക. വാരുളി. വാരുളി. അപ്പൊ അത് പാടിക്കേ. വാരുളി കണ്ണനിക്ക്. ആ, അത് ചിന്നിച്ച് ചിന്നി. ആ, ചിന്നി ചിന്നി മിന്നി തലങ്ങുന്ന വാരുളി കണ്ണനിക്ക്. അതിനൊരു അര മാർക്കും കൂടെ കൂട്ടിത്തരും കേട്ടാ. കേട്ടാ, അര മതിയാ? എന്താ? അര മാർക്ക് മതിയാ? എനിക്കറിയില്ല. ശരി, പോട്ടെ, ഒരു മാർക്ക്. ഓക്കെ, ഗംഭീരായിരുന്നു മക്കളെ. താങ്ക് യു. ഹല ഹലോ ഹല ഹലോ ഹലോ ഹല 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 ഹലോ ഹല ഹലോ 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 ഹല 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 ഹലോ ഹല 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 ഹലോ ഹല. അടിച്ച് പൊളിച്ച് പാടിയല്ലോ. താങ്ക് യു. എന്ത് രസമെന്നറിയാ ചേച്ചിമാരുടെ ഇടയിൽ നിൽക്കണ കാണാൻ. ഒരു ഉണ്ണിപ്പൂവ് ഇങ്ങനെ നിന്നിട്ട് പാടുകയാണ്. നല്ല പാട്ട്, നല്ല ചന്തകാരിയായിട്ട് പാടി, നല്ല ഭംഗിയായിട്ട് പാടി. ഇപ്പൊ അങ്കിള് പറഞ്ഞ കറക്ഷനൊക്കെ പറഞ്ഞപ്പോ അല്ലെങ്കിലേ രാ എന്നുള്ളത് ലാ എന്നാ പറയാ. കൊഞ്ചിപ്പെണ്ണ് വലൂ എന്നാ വിളിക്കുക. വലൂ വരൂ രാ പറ. വരൂ. ഇനി അങ്ങനെ പറയാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ UKG-യിലല്ലേ? ആ, വലിയ കുട്ടിയാ. ഇനി ലാ എന്നൊക്കെ പറഞ്ഞ അയ്യ ഷെയിമാണ്. കുഞ്ഞുവാവകൾ അങ്ങനെയൊക്കെ പറയാ. ട്ടാ, സുന്ദരി മുത്താണേ. ഇടുക്കി കുട്ടി. കുഞ്ഞുവാവ കുട്ടി. എന്താ ആന്റി? ചക്രക്കുട്ടുമ്മ, എന്താ പറയാ? താങ്ക് യു. എന്താ പറയാ ഞാൻ? അയ്യടി ചക്രേ, ഒന്നും പറയാനില്ല മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടാന്ന് പറഞ്ഞാല് ഇമാജിൻ ചെയ്യാനും കൂടി പറ്റുന്നില്ല ആർക്കും. എന്താ പറയാ? അയ്യോ ചക്രക്കുട്ടപ്പൻ, വാവേ ഉമ്മ ഉമ്മ ഉമ്മ. ഉമ്മ കൊടുക്കുന്നില്ലേ തിരിച്ച്? താങ്ക് യു താങ്ക് യു താങ്ക് യു. താങ്ക് യു താങ്ക് യു. ഉമ്മയ്ക്ക് താങ്ക് യു ആണോ പറയുന്നേ? ഉമ്മ കൊടുക്ക് തിരിച്ച്. ഉമ്മ ഉമ്മ ഉമ്മ. ഓ സൂപ്പർ, താങ്ക് യു താങ്ക് യു. കുറുമ്പുള്ള കുഞ്ഞോളും. ദിയക്കുട്ടി, ദിയക്കുട്ടി, മ്യാവ്. ഒരുപാട് പൂച്ചയുണ്ടോ വീട്ടില്? എനിക്ക് പൂച്ചയില്ല, എന്റെ അച്ഛമ്മക്ക് പൂച്ചയുണ്ട്. പൂച്ചയുണ്ട്, ഒരുപാട് പൂച്ചയുണ്ടെന്ന് കേട്ട അച്ഛമ്മക്ക്. ആ ഉണ്ട്. എത്ര പൂച്ച? 1 2. എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. മേ ബി 100 ആയിരിക്കും. അത്രയും പൂച്ചയോ? പേരറിയാമോ? എന്റെ അച്ഛമ്മക്ക് മാത്രം പേരറിയാം, എനിക്ക് പേരറിയില്ല. അപ്പൊ ഈ 100 പൂച്ചയ്ക്കും പേരുണ്ടോ?
ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതിൽ ഒരു പൂച്ചയുടെ പേര് പറയൂ. ഞാനൊരു പേരും ഇട്ടിട്ടില്ല. ഞാൻ കേട്ടില്ല എന്താ അച്ഛമ്മ പേരിട്ടേന്ന്. ഞാൻ പറയാം, ഒരു പൂച്ചയുടെ പേര് എനിക്കറിയാം. എനിക്കും അറിയാം. ചേട്ടൻ അറിയാലോ? ഇല്ല, ഒരുമിച്ച് പറയാം. 1 2 3 4 ദിയ. ഇപ്പൊ ഞങ്ങളുടെ പൂച്ചക്കുട്ടിയാണ്. ഞങ്ങളുടെ പൂച്ചക്കുട്ടിയാണ്. ഇപ്പം ഇത് കാണുന്ന പ്രേക്ഷകരുടെ എന്താണ് മുത്താണ്. അപ്പൊ നമുക്ക് ഗ്രേഡൊക്കെ അറിയണ്ടേ? എന്തിനാ ഗ്രേഡ് എന്നാ ഇപ്പൊ വിചാരിക്കുന്നത് അല്ലേ? ദിയക്കുട്ടി, കഴുത്തിൽ എന്താ കിടക്കുന്നത്? ഒരു മാല. എന്ത് മാല അത്? എനിക്കറിയില്ല, എന്റെ അമ്മയ്ക്ക് മാത്രം അറിയുന്നത്. അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ശരി, ഗ്രേഡ് ചോദിക്കാം. ഇത് പോകുമ്പോ എനിക്ക് തന്നിട്ട് പോകട്ടോ, സീക്രട്ട് ആയിട്ട്. യെസ്. എന്തോ അവിടെ രഹസ്യം പറഞ്ഞേ? മാല തരുന്നതിനെ കുറിച്ച് പറയും. മാല കൊടുക്കരുതേ മോളെ. ഈ ആന്റിക്ക് മാല കൊടുക്കരുത്. എനിക്ക് തരാന്ന് പറഞ്ഞില്ലേ ഇപ്പോ? അതൊരു സീക്രട്ടാ. ഓക്കെ പറയില്ല. സീക്രട്ടാ, ഒന്നുമില്ല. അപ്പൊ ഇവിടുന്ന് ഗ്രേഡ് പറയട്ടെ. ദിയക്കുട്ടിക്കുള്ളൊരു ഗ്രേഡ്. പറഞ്ഞില്ലല്ലോ. എന്തിനാ താങ്ക് യു? നോക്ക്. ദിയക്കുട്ടിക്കുള്ളൊരു ഗ്രേഡ്. നോക്ക്. ദിയക്കുട്ടിക്കുള്ളൊരു ഗ്രേഡ്. എ ഗ്രേഡാണ്. കൺഗ്രാറ്റുലേഷൻസ്, ദിയക്കുട്ടി ഈസ് അവാർഡഡ് എ ഗ്രേഡ്. സന്തോഷായോ? കൊറേ സന്തോഷായി. തുള്ളി ചാടാണ് ഇവിടെ നിന്ന്. ഈ ഒച്ച കേൾക്കാം അല്ലേ? ഒന്നുകൂടി അടിക്ക്. ഉണ്ടോ? വണക്കം. വണക്കം. ബൈ ബൈ. നമുക്ക് അടുത്ത കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. സീതാലക്ഷ്മി. ഹായ് സീതാലക്ഷ്മി. ഹായ്. സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. നല്ല കോസ്റ്റ്യൂം. എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഗേൾസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പൂവ് ഉണ്ടാവും. ഇവിടെ ഉണ്ട് സീതാലക്ഷ്മിക്ക് 2 പൂവ്. ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ദേവി കന്യാകുമാരി എന്ന സിനിമയിലെ കണ്ണ ആലിലെ കണ്ണ. ഓ, നല്ല പാട്ടാ കേട്ടോ. നല്ല അസല് പാട്ടാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അച്ഛനും അമ്മയാണ് എനിക്ക് പാട്ട് സെലക്ട് ചെയ്ത് തന്നത്. പിന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റൗണ്ട് വരുവാണെങ്കിൽ ഈ പാട്ട് സെലക്ട് ചെയ്ത് പാടണമെന്ന്. പിന്നെ ഗ്രൂമിങ്ങിലെ സാർമാർ പറഞ്ഞത് അക്ഷരങ്ങൾ എടുത്തെടുത്ത് പാടണം, കുറച്ചുകൂടി ഫീല് വേണമെന്നും പറഞ്ഞു. എന്തായാലും ഞാൻ അതിൻ്റെ മാക്സിമം ഉൾക്കൊണ്ട് പാടാൻ ശ്രമിക്കും. പാലാഴി തിര
സാബാഷ്, സാബാഷ്. അമ്മുക്കുട്ടിയേ അടിയേ ഉന്നെ എണ്ണിക്കലഞ്ചേണ്ടി കുട്ടി കുട്ടിയാ കവിത. നീതക്കുട്ടി, എന്തോ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ജഡ്ജസ് നോക്കുമ്പോൾ അവരെല്ലാരും എൻജോയ് ചെയ്യുമായിരുന്നു. ഇൻ ബിറ്റ്വീൻ സിത്താര ചേച്ചിനെ നോക്കുമ്പോൾ ചേച്ചി അവിടെ നിന്ന് ക്ലാപ്പ് ചെയ്യുമായിരുന്നു. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആണോ? ചോദിച്ചു നോക്കാം. ആ ചോദിക്കാം. എസ് ആർ പറഞ്ഞ് നമ്മളെ നോക്കുകയായിരുന്നു. ഞാൻ ശ്രീമറേട്ടനെ നോക്കിക്കൊണ്ടിരുന്നത്. ശ്രീമറേട്ടൻ വളരെയധികം ഓരോ ലൈൻ പാടുമ്പോഴും എന്നെ നോക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടാണ് ശ്രീമറേട്ടൻ ഇത് ആസ്വദിച്ചെന്നുള്ളതാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം ശ്രീമറേട്ടന് എത്ര ഇഷ്ടപ്പെട്ടുണ്ട്. നമുക്ക് ശ്രീമറേട്ടന് ചോദിക്കാം. സത്യമാണ് കേട്ടോ. കാരണം എനിക്ക് കുട്ടം പറഞ്ഞ സത്യമാണ്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഞാൻ വളരെ പണ്ട് തൊട്ടേ ഈ ദേവി കന്യാകുമാരിയിലെ ഈ പാട്ട് ഞാൻ കേൾക്കുന്നതാണ്. അപ്പം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് അറിഞ്ഞൂടാ. മോള് അതുക്ക് മേലെ എന്നൊക്കെ പറഞ്ഞ പോലെ വേറൊരു ശബ്ദത്തിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെയധികം ആശ്ചര്യം തോന്നി. കാരണം വേറൊന്നുമല്ല, ഇത്രയും പെർഫെക്ഷനോട് കൂടി പാടാൻ സീതാലക്ഷ്മി കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. വേറൊന്നുമല്ല, അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ്. അതായത് കണ്ണാന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഈ നമുക്കൊരു മുടിനാര് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടായിട്ട് നമുക്ക് കീറാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നടുക്ക് പിയേഴ്സ് ചെയ്ത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതാണ് ശ്രുതിയുടെ മാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ നിൽക്കുകയാണ് കണ്ണാന്നുള്ള വിളി. അതുപോലെ തന്നെ ചെറിയ ചെറിയ സംഭവങ്ങൾ കണ്ടു, അതൊക്കെ അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് നല്ല ഭംഗിയായിട്ട് പാടാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം ഇതൊക്കെ ഒരു ഭാഗ്യമാണ് മോളെ. കാരണം ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവാം എവിടെയെങ്കിലുമൊക്കെ. പക്ഷേ ഇതാണ് വലിയ കഴിവെന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഒരുപാട് റെക്കോർഡിങ്സിൽ നമ്മൾ പഞ്ച് ചെയ്തെടുക്കാറുണ്ട്. പക്ഷെ അതിലും ഉപരി ഇങ്ങനൊരു വേദിയിൽ വന്ന് ഇത്രയും ജഡ്ജസ് ഇരിക്കുന്നു, ഓഡിയൻസ് ഇരിക്കുമ്പോൾ ഒട്ടും പേടി കൂടാതെ മനോഹരമായിട്ട് ഇത് റെൻഡർ ചെയ്യാൻ സാധിച്ചതിന് ഞാൻ വലിയൊരു കൈഡിയായിരുന്നു. വെരി ഗുഡ്. കാരണം കീപ് ഇറ്റ് അപ്പ്. നന്നായിരുന്നു കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ മോടെ അച്ഛൻ സിംഗപ്പൂരല്ലേ? അതെ, സിംഗപ്പൂരിൽ. സിംഗപ്പൂർ വിളിക്കാറുണ്ടോ? എന്നും വിളിക്കും. എന്നും വിളിച്ചിട്ട് എന്ത് പറയും? എന്നും വിളിച്ചിട്ട് പാട്ട് പറഞ്ഞു തരും, പാടേണ്ടത്. ഓ, ഫോണിൽ കൂടെ പറയും? ഫോണിൽ കൂടി പറയുന്നേ. ശരി. എന്നിട്ട് അപ്പൊ അവിടെ ഇത് ഫേമസ് ആണല്ലേ? ടോപ്പ് സിംഗർ ഫേമസ്. അതാണ്. അപ്പം നമ്മുടെ നിങ്ങളൊക്കെയാണ് അതിൻ്റെ എന്താണ് മെയിൻ ആൾക്കാർ. കാരണം നിങ്ങളൊക്കെ ഇത്രയും മനോഹരമായിട്ട് പാടുമ്പം കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നൊക്കെ പറയുന്ന പോലെ അത്ര കല്ലിന് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പാടുന്നത് മോള്. അപ്പോൾ അതാണ് എന്താണ് ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗറിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഞങ്ങൾ പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുന്നു. അത് വളരെ സത്യസന്ധമായിട്ടേ പറയത്തുള്ളൂ. കാരണം ഞങ്ങൾ നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ. ഒരിക്കലും ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ ടീം മോശമായിട്ട് പാടിയാൽ മോശമാണെന്ന് തന്നെ പറയും. പക്ഷെ മോളിന്ന് നന്നായിട്ട് പാടി. ഇപ്പോൾ സിംഗപ്പൂരും മലേഷ്യയിലും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ടോപ്പ് സിംഗർ ഒരു ട്രീറ്റായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചെന്ന ശബ്ദവും ബാക്കിയെല്ലാം ഉണ്ട്. സീതാലക്ഷ്മിക്ക് വേണ്ടി ഒരു 2 വരി പാടിക്കൊണ്ട് ഞാൻ എൻ്റെ കമൻ്റ് അവസാനിപ്പിക്കുക. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തൊട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു ചേട്ടൻ സീതാദേവിയായിട്ട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാ? സീതപക്ഷി എന്താണ് പക്ഷി എന്ന് വിളിച്ച കാരണം? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിറക്, ആ ഫ്രില്ലില്ലേ, ആ ഫ്രില്ല് ചിറക് പോലെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ശരിക്കും പക്ഷിയെ പോലെ ഇങ്ങനെ പാട്ടിൽ പറന്ന് നടക്കുകയാണ്. സീതപക്ഷിയാണ് കേട്ടോ. സൂപ്പർ ആയിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ സൂപ്പർ. അതിനപ്പുറം എന്ത് പറയാൻ പറ്റും? ചിലപ്പോൾ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഫാബുലസ് എന്നുണ്ട്, പിന്നെ ഫെന്റാസ്റ്റിക് എന്നുണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്താൽ ഫെന്റാബുലസ് എന്ന് പറയാം കേട്ടോ. നിയർ പെർഫെക്റ്റ് റെൻഡിഷൻ, അതാണ് അതിന്റെ പ്രത്യേകത. നിയർ പെർഫെക്റ്റ്. നമുക്ക് പെർഫെക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യനാകുമ്പോൾ മൊത്തം പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമാണ്. നമുക്ക് മനുഷ്യർക്ക് പെർഫെക്റ്റ് ആവുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. മാക്സിമം ഒരു 70% ഒക്കെ എത്തിയാൽ ഭയങ്കര പെർഫെക്റ്റ് എന്ന് പറയാം. ബാക്കിയുള്ള 30% ആണ് നമ്മളും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഏകദേശം ആ ലെവലിലേക്കൊക്കെ എത്തത്തക്ക രീതിയിൽ മോളിക്കുട്ടി അവിടെ പാടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷമുള്ള കാര്യം.
താങ്ക് യു. മോള് പാടിയപ്പോൾ അങ്ങനെ എവിടെ ഇരുന്നോ കണ്ണൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. കേട്ടോ, കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഗുരുവായൂരിലുള്ള കണ്ണനുണ്ടല്ലോ, ആ കണ്ണന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സീതക്കുട്ടി എന്തോ അസൽ പെർഫോമൻസ്, എന്താ പറയാ, ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സീത വന്ന് പാടി തുടങ്ങി, ഇങ്ങനെ ആദ്യത്തെ കണ്ണ എന്ന് വിളിച്ചപ്പോൾ അതിങ്ങനെ കട്ട് ത്രൂ ചെയ്ത് പോയി ശബ്ദം. ഇങ്ങനെ ഇതിനിടയിലൂടെ ഇങ്ങനെ ഒരു കത്തി ഇങ്ങനെ കയറ്റി ഇറക്കിയ മാതിരി കറക്റ്റ് പിച്ചിൽ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു ഓക്കെ ഫൈൻ, ആദ്യത്തെ ഒരു വരി കഴിഞ്ഞു, 2 വരി കഴിഞ്ഞു, അതും പെർഫെക്റ്റ്, 3ാമത്തെ വരിയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നു. അപ്പോൾ ശരിക്കും ഇങ്ങനെ പിന്നെ ടെൻഷൻ ആവാൻ തുടങ്ങി എനിക്ക്. നമുക്കിപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ കാണുമ്പം നമുക്ക് അങ്ങനെ തോന്നില്ലേ. ഞാൻ പിന്നെ ക്രോസ് ഫിംഗേഴ്സിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, എല്ലാം ശരിയാവണേ. അനുപല്ലവി എത്തിയപ്പം അതും ഓക്കെ, അതും ബ്യൂട്ടിഫുള്ളായി. അപ്പോൾ ചരണം ഇനി തെറ്റരുതേ, ചരണം മാത്രമല്ല ഇനി ബാക്കിയുള്ളൂ, ചരണവും പല്ലവി അതും ബ്യൂട്ടിഫുൾ. എല്ലാ പോർഷൻസും നല്ല വൃത്തിയായിട്ട് പാടി. സീത എപ്പോൾ പാടുന്ന സമയത്തും ആ ശബ്ദം കേൾക്കാൻ ഭയങ്കര അട്രാക്റ്റീവാണ്. എല്ലാത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നൊരു തരം ശബ്ദമാണ് സീതയുടെ. അതൊന്ന് ശരിക്കും ഉപയോഗപ്പെടുത്തി ഈ പാട്ടിൽ വളരെ മനോഹരമായിട്ട് പാടി. അല്ലെ എന്തെങ്കിലുമൊക്കെ ഇപ്പം പറഞ്ഞ മാതിരി ഹ്യൂമൻലി വരുന്ന എററുകളുണ്ടല്ലോ, കുഞ്ഞത് പൊടി അതൊന്നും പറ്റി മെൻഷൻ ചെയ്യാൻ പോലും പാടില്ല. കാരണം അത്രയും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിക്കുള്ളൊരു പെർഫോമൻസാണ് ഇവിടെ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നമുക്കൊന്നും അഭിപ്രായം പറയാനേ ഇല്ല. ഓക്കെ, ഭയങ്കര ബ്ലെസ്സഡ് ആയിട്ടുള്ള മോളാണ് സീത. സോ ഹാപ്പി ടു ഹാവ് യു വിത്ത് അസ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഇതേപോലെ തന്നെ ഇരിക്കട്ടെ, എപ്പോഴും നന്നായിട്ട് പാടൂ. ഓരോ തവണ ഇങ്ങനെ ഞെട്ടിച്ചിട്ട് തിരിച്ചു പോകണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഈ പാട്ട് ആരാ പാടിയേ? മാധുര്യമ്മ. സോറി മാധുര്യമ്മ, സോറി, ക്ഷമിക്കണം. മാധുര്യമ്മേനെക്കാളും സീതക്കുട്ടി, എന്തോ ഞാൻ ഇവരുടെ അടുത്തൊന്നും ചോദിക്കാതെ തന്നെ ഞാനൊരു ഗ്രേഡ് അങ്ങ് പറയാൻ പോവാം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം. സീത ലക്ഷ്മി ഈസ് അവാർഡഡ് A+. താങ്ക് യു. എന്നെ അർപ്പിച്ചു കേട്ടോ, എന്നെ അർപ്പിച്ചു. എനിക്കത് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല. കാരണം ഞാൻ ഒരു കാര്യം ചെയ്യുമ്പം എന്നെ അർപ്പിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് we are going for a small break. That means Flowers Top Singer small break. Welcome back to Flowers Top Singer. ഞാനിവിടെ മോളുടെ അടുത്ത് A+ എന്ന് പറഞ്ഞു. ഇനി അവരുടെ അടുത്തൊരു അഭിപ്രായം കൂടെ ചോദിച്ചോട്ടെ, കാരണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഞങ്ങളുടെ അഭിപ്രായമെല്ലാം മാറ്റി ഞങ്ങളൊരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. സീതയ്ക്ക് യു ആർ അവാർഡഡ് A+. താങ്ക് യു. ഈ അങ്കിളെ ചോദിച്ചു സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ എന്ത് വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നു? എന്ത് വേണമെന്ന് വാങ്ങിച്ചോണ്ട് വരാം. വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ അച്ഛന് ഫോൺ ചെയ്യുമ്പോൾ പറയണം ഈ അങ്കിളിന് ഒരു 2 വാഷിംഗ് മെഷീന്, ഒരു ഫ്രിഡ്ജ്, ഒരു ഡീപ് ഫ്രീസർ, പിന്നെന്താ പറഞ്ഞ ഒരു കപ്പലിലുള്ള സാധനങ്ങളെല്ലാം പോരട്ടെ. സീതക്കുട്ടി, എന്തോ ഇനി അടുത്ത പെർഫോമൻസിൽ ടോപ്പ് വാങ്ങണം കേട്ടോ. വാങ്ങണം. യെസ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഒരു കപ്പൽ നിറയെ സാധനം കൊണ്ട് വരണം. കൊണ്ടുവരാം. താങ്ക് യു. ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് ടോപ്പ് സിംഗർ. ഇനി ഈ സ്റ്റേജിൽ അടുത്ത പെർഫോമൻസിനായിട്ട് നമുക്ക് ക്ഷണിക്കാം ജെയ്ഡൻ. ജെയ്ഡൻ
നല്ല സ്മാർട്ട് ആയിട്ടാണല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഇന്ന് ഞാൻ ഫേവറേറ്റ് റൗണ്ടിൽ പാടാൻ പോകുന്നത് വാതിൽ പഴുതിലൂടെ മുന്നിൽ നിന്ന് പാട്ടാണ്. ഈ പാട്ട് ഇച്ചിരി ടഫാണ്. ദാസാറിൻ്റെ ഒരു പാട്ടും കൂടെ പാടാൻ പോകുന്നത് എനിക്ക് അനുഗ്രഹമായിട്ട് തോന്നുന്നു. അമ്മയാണ് ഈ പാട്ട് സെലക്ട് ചെയ്ത് തെറ്റില്ലാതെ നന്നായി പാടുമെന്നാണ് എൻ്റെ വിശ്വാസം. വാതിൽ പഴുതിലൂടെ മുന്നിൽ, വാതിൽ പഴുതിലൂടെ മുന്നിൽ, പഴുതിലൂടെ മുന്നിൽ, ആ പഴുതിലൂടെ മുന്നിൽ. ആ ഓക്കെ ഓക്കെ. അതെ, ഈ ഹെയർ കട്ടിന് എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ? പ്രത്യേക പേരുണ്ടോ? പേരിട്ടായിരുന്നല്ലോ. എന്തായിരുന്നു? ജെയ്ഡൻ കട്ടെന്ന്. ശരിയാണ്. ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിച്ച ജെയ്ഡൻ കട്ട്. ജെയ്ഡൻ കട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പറ്റുമോ സാർ മുടി മാറ്റണ്ടല്ലേ? ഓക്കെ, അപ്പോൾ പാട്ടിലേക്ക് പോവാം. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ അതിലോലമൻ ഇടനാടിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ അതിലോലമൻ ഇടനാടിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹൃദയത്തിൻ തന്തിയിലാരോ വിരൽ തൊടും മൃദുലമാം നിസ്വനം പോലെ ഇലകളിൽ ജലകണം ഇറ്റു വീഴും പോലെ ഉയിരിൽ അമൃതം കളിച്ച പോലെ താരളവിലോലം നിൻ കാതൊച്ച കേട്ടു ഞാൻ അറിയാതെ കോരിത്തരിച്ചുപോയി, അറിയാതെ കോരിത്തരിച്ചുപോയി. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും സന്ധ്യ പോകെ അതിലോലമൻ ഇടനാടിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. ഹിമബിന്ദു മുഖപ്പടം ചാർത്തിയ പൂവിന് മധുകരം നുകരാതെ ഉടറും പോലെ അരികെ നിൻ കാലൊച്ച ചൊല്ലിയ മന്ത്രത്തിൻ പൊരുളറിയാതെ ഞാൻ നിന്നു. നിഴലുകൾ കളമെഴുതുന്നൊരൻ മുന്നിൽ മറ്റൊരു സന്ധ്യയായി നീ വന്നു, മറ്റൊരു സന്ധ്യയായി നീ വന്നു. വാതിൽ പഴുതിലൂടെ മുന്നിൽ കുങ്കുമം
അതിലോലമൻ ഇടനാടിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു മധുരമാം കാലൊച്ച കേട്ടു. ജെയ്ഡൻ എന്തോ നന്നായി പാടാൻ പറ്റോടാ? കുഴപ്പമില്ലാതെ പാടിയില്ലേ? ബാക്കിയുള്ളതൊക്കെ നമുക്ക് ജഡ്ജസ് കറക്റ്റ് ചെയ്ത് തരും. ജെയ്ഡോ എന്തോ ജെയ്ഡോ എന്തോ ജെയ്ഡോ, അതെ, ഈ ജെയ്ഡന്റെ കട്ടുണ്ടല്ലോ, ആ ഹെയർ കട്ട്, അതുപോലെ ജെയ്ഡന് ഒരു സിഗ്നേച്ചർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജെയ്ഡൻ പാടുന്ന പാട്ടുകളിൽ ജെയ്ഡന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടാവും. ജെയ്ഡൻ ഒരു രീതിയിലാണ് പാടുന്ന പാട്ട്. ആ, അപ്പൊ ജെയ്ഡൻ സിഗ്നേച്ചർ ഇതിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അതായത് ഓരോ വരിയുടെയും അവസാനം കട്ടാക്കരുത്. ശ്വാസം കിട്ടാത്തതുകൊണ്ടാണോ കെട്ടാവുന്നത്? ഇടയ്ക്കൊക്കെ ശ്വാസം കിട്ടാ. ആ, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ശ്വാസം എടുക്കണം. ശ്വാസം എടുത്താലേ ശ്വാസം കിട്ടുള്ളൂ. ഓക്സിജൻ, നല്ല ഒരു ഓക്സിജൻ ഇങ്ങനെ ബ്രീത്ത് ഇൻ നന്നായിട്ട് ചെയ്തിട്ട് വേണം ഓരോ വരിയും പാടാനായിട്ട്. അപ്പോൾ അതിനിടയിൽ അത് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ ഇല്ലാതെ വരും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ പാട്ടിലുണ്ടായി, ഈ പ്രാവശ്യവും അത് തന്നെ വന്നു. പിന്നെ കോരിത്തരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗൂസ് ബംസ്. ഇപ്പൊ ജേഡന് ഈ സ്റ്റേജ് വരുമ്പോ പാട്ട് കേട്ട് നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനേക്കാളും ഐ വിൽ നോട്ട് സെറ്റിൽ ഫോർ ലെസ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഗ്രേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ ഞാൻ ആ ഗ്രേഡ് തരും കേട്ടോ. ഓക്കെ. അസാധ്യ സെലക്ഷൻ. ഈ പാട്ടിൻ്റെ ഏറ്റവും ഒരു വലിയ കൈയടി ആദ്യം കൊടുക്കേണ്ടത് ഓർക്കസ്ട്രയ്ക്കാണ്. അടിപൊളിയായിട്ട് പരിപാടി. എന്താണ് പറയുന്നത്, നമുക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിൽ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന BGM-ആണ്. കാരണം എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടതെന്ന് അറിഞ്ഞൂടെ. ടങ് ടങ് തരു തരു എന്ന് പറഞ്ഞാൽ ഉടനെ വയലിൻ വരിക. അപ്പോൾ നമ്മൾ എവിടെ തുടങ്ങണം എന്നൊക്കെ നോക്കി തുടങ്ങണം. അത് മോൻ വളരെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. വളരെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ ഓവറായി പോയോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. പിച്ച് വരുമ്പോഴത്തേ ഈ ശ്രുതിയിൽ വരുമ്പോൾ താഴെ വരുമ്പോഴത്തേക്ക് മോന് കേൾക്കുന്നില്ല, രജിസ്റ്റർ ആവുന്നില്ല. എന്ന് പഠിക്കും. വാതിൽ പഴുതിയിലു കണ്ടോ, അവിടെ വരുമ്പോഴത്തേക്ക് കാറ്റാ വരുന്നത്. അപ്പൊ ആ ക്ലാരിറ്റി വരുത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചൊക്കെ മൗനവ്രതമായിട്ടൊക്കെ ഇരിക്കണം. ഒന്നും മിണ്ടാതെ കുറച്ച് നേരം വീട്ടിലൊക്കെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം 2-3 മണിക്കൂർ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം വോയിസ് താനേ ശരിയാവും. അപ്പോൾ ആ പോർഷൻസ്, പിന്നെ ലാസ്റ്റിൽ അനുപല്ലയിലെ എൻഡിങ് പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ താഴെയാണ്. എങ്ങനെയാണ്? അതാണ് ഇപ്പം കുട്ടൻ പറഞ്ഞതാണ്. കുട്ടന് രോമാഞ്ച കഞ്ചുകനാകണം, എന്നാലേ ശരിയാകത്തുള്ളൂ. അവിടെ കോരി തരിച്ചില്ല. അറിയാതെ കോരിത്തരി ആ കോരി, അങ്ങനെ ഒന്ന് പാടിക്കേ. അത്രയും കോരണ്ട. അത്രയും കോരി കഴിഞ്ഞാൽ വലിയ പ്രശ്നം. അത് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട്. അത് അങ്ങനെ കോരാനൊന്നും ഞങ്ങൾ സമ്മതിക്കത്തില്ല. കോരുന്നതിനൊരു അളവ് കോലുണ്ട്. ആ കോല് വെച്ചേ കോരാവും. അപ്പൊ എങ്ങനെയാണ്? അത് കുറച്ച് വലിഞ്ഞു പോയി ആ കോരല്. അറിയാതെ കോരി അങ്ങനെയാണോ? പോയി അറിയാതെ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ പോയി. കുഴപ്പമില്ല മോനെ. എന്തായാലും ഒരു ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു. മോന്റെ സെലക്ഷൻ നന്നായിരുന്നു. എല്ലാം കൊള്ളാം. ജെയ്ഡൻ എന്തോ നല്ല സോങ് സെലക്ഷൻ. പക്ഷെ ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ ട്യൂണിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഈ പാട്ട് ഭയങ്കര നല്ലൊരു പോയിട്രിയാണ്, നല്ല കവിതയാണ്. ജെയ്ഡന് കുട്ടിയല്ലേ, ചെറിയ വാവയല്ല, ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്ര മനസ്സിലാവും അറിയില്ല, പേരൻസിനൊക്കെ അറിയണ്ട. അപ്പോൾ അതിനൊരു ഫ്ലോ ഉണ്ട് മൊത്തത്തിൽ. ആദ്യം മുതൽ അവസാനം വരെ ആ കവിത ഇങ്ങനെ പോണൊരു ഫ്ലോ ഉണ്ട്. അതെന്തോ മിസ് ചെയ്ത മാതിരി തോന്നി എനിക്ക്. ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് ആ പല്ലവിയിൽ തന്നെ ഒരു ഭാഗമില്ലേ, അവസാനിക്കണത് എങ്ങനെയാ ചെയ്ത്? ഇടനാടിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു. അവിടെയൊക്കെ ബ്രീത്ത് ഇപ്പോൾ ഉണ്ട് ജെയ്ഡിന്. പിന്നെ
മധുരമാം കാലൊച്ച, പിന്നെ അവിടെ മധുരമാം കാലൊച്ച, അവിടെ കാലൊച്ച എന്നുള്ളത് എല്ലാ തവണയും പാടുമ്പോൾ രസമില്ല. ഒരു തവണയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കാലൊച്ച അതൊരു തവണയെങ്കിലും അങ്ങനെ സ്മൂത്തായിട്ട് കേൾക്കുമ്പോഴാണ് എൻ്റെ ഭംഗി. അപ്പം അങ്ങനെ കുറേ ഒരു ഫ്ലോ ഉള്ള സ്ഥലങ്ങളൊക്കെ മിസ് ചെയ്ത മാതിരി തോന്നി. പിന്നെ ശ്വാസം, പിന്നെ എന്തോ എനിക്ക് ജെയ്ഡൻ്റെ ശബ്ദത്തിന് സാർ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു സ്ട്രെയിൻ ഉണ്ട്, അത് സൂക്ഷിക്കണം കേട്ടോ. ഒരു എന്താ പറയുക, ഹെൽത്തി അല്ലാത്തൊരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലെപ്പോഴും അങ്ങനെ പാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത് സൂക്ഷിക്കണം. ഈ ഏജിലല്ലേ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത് അത്. ഓൾ റൈറ്റ്, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു, എല്ലാം കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു. പക്ഷെ എന്നാലും ഈ US എന്ന് വന്നിട്ട് ഇത്രയും ക്ലിയറായിട്ടൊരു മലയാളം പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ മോന് വലിയൊരു ക്ലാപ്സാണ്. എൻ്റെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ് മോനെ, നന്നായി വരും. ഓക്കെ, ഗ്രേഡൊക്കെ തരാം. അതിനു മുമ്പ് ഒരു ചോദ്യമുണ്ട്. ഈ പാട്ടിൽ ഒരു വാക്കുണ്ട്, അതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് എസ്തർ പറഞ്ഞുതരും. ഇപ്പൊ എല്ലാം ചലഞ്ചിന്റെ കാലഘട്ടമാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നുമില്ല പറയണേ. ഞാൻ പറയുന്നത് ഇതില് ഒരു ലിറിക് ചലഞ്ചാണ്. ഓക്കെ, മധുകരം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കരം കൈയാണോ ഉദ്ദേശിക്കുന്നത്? കരം എന്ന് പറഞ്ഞ കൈയാണ്. പിന്നെ ടാക്സ് എന്ന് അർത്ഥമുണ്ട്. നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിന് കരം അടയ്ക്കുക. മധുകരം, മധു തേനാണോ? അപ്പൊ തേനിന്റെ ടാക്സ് ആണോ? അല്ല, കരം കൈ 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 കരം. തേനിന് കൈയുണ്ടോ? അങ്ങനെ ഒരു ജഡൻ തേനീച്ചല്ല. തേനീച്ചയാണോ? അല്ല, തേനീച്ചയാ. ഇത് എവിടെ നിന്ന് വരുന്നത്? അല്ല, മധുകരം തേനൊക്കെ റിലേറ്റ് ചെയ്ത് ഞാൻ മധുകരം. മധുകരം കൈ കറക്റ്റ് ആണോ? അല്ല, അതും കറക്റ്റ് അല്ല. ജേഡൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഏകദേശം അങ്ങോട്ട് എത്തുന്നുണ്ട്. കുറച്ചും കൂടെ തേനീച്ച വരെ എത്തി. വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഫുൾ വരിയുടെ അർത്ഥം ഞാൻ പറഞ്ഞു. വരിയുടെ വേണ്ട, ഈ മധുകരത്തിന്റെ മാത്രം പറഞ്ഞു. വണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞ? വണ്ട്. മധുകരം. അതാണ്, വണ്ടാണ് മധുകരം. ആ, വണ്ടാണ് മധുകരം. ഞാൻ തേനീച്ച അടുത്ത് വരെ എത്തിന്ന് വെച്ചപ്പോ ഞാൻ വെച്ചു കൈ. ഞാൻ പറഞ്ഞില്ലേ, എസ്തർ എനിക്ക് പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ? കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ എസ്തറിന്റെ കൈ? അപ്പൊ ഇപ്പൊ മനസ്സിലായല്ലോ, മധുകരം. ആ, വണ്ട് ആണ് പൂവിന്റെ തേൻ കുടിക്കുന്നത്, വണ്ടാണ്. ഈ വണ്ടിന് ഈ തേൻ കുടിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന പോലെ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇനി മനസ്സിലാക്കുക കേട്ടോ. പലർക്ക് പേരുകളുണ്ട്. മധു എന്ന് പേരുണ്ട്, മധുക്കർ എന്ന് പേരുണ്ട്. മധുക്കർ എന്ന് പറഞ്ഞാൽ വണ്ടാണ്. ഓക്കെ, വണ്ടൻ എന്ന് വരുത്തി വണ്ടൻ. മധു അങ്ങനെ പേരിട്ടുള്ളത് കേട്ടോ. ചേട്ടാ, അപ്പൊ ഗ്രേഡ് എന്താണ് ചേട്ടാ? ജേഡൻ, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് B+ for this. B positive, B+. ഇനി അടുത്തവണ A+, A top ഒക്കെ പോകണം കേട്ടോ. അതിന് മൗനവ്രതം, മിണ്ടാതിരിക്കുക, ശബ്ദമൊക്കെ നോക്കി ക്ലീൻ ആയിട്ട് വന്ന് പാടുക. ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമറിനെ അറിയാം. ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് വേറെ ആരുമില്ല, നമ്മുടെ സീതാലക്ഷ്മി. ജയം ഇനി നമുക്കാണുലകിലെവിടെയുമതിരുവരെ പുതുചിറകുമായി you gotta wake up now. കനവുകളുമായി you gotta wake up. ബ്യൂട്ടി ദ ബ്യൂട്ടി സോപ്പിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും ലൈൻ ഡേറ്റ്സ് റെഫിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പറും ആണ് സീതാലക്ഷ്മി കിട്ടിയിരിക്കുന്നത്.